പ്രൈസ് ദി ലോർഡ്. ഈ എഴുത്തുകാർ വിവിധമായ സ്ഥലങ്ങളിലുള്ളവരും വിവിധ പരിസ്ഥിതികളിൽ ജീവിച്ചവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തതുമായ ആൾക്കാരായിരുന്നു. തമ്മിൽ കാണാതെയും പരസ്പര ആശയങ്ങൾ കൈമാറാതെയും എഴുതിയിരുന്നുവെങ്കിലും ബൈബിളിൻ്റെ ആദ്യോടന്തം ഒരു അത്ഭുതകരമായ യോജിപ്പ് കാരണം എഴുത്തുകാർ പലരായിരുന്നുവെങ്കിൽ അവർ വ്യാപരിച്ച നിയോഗവും പ്രകാശവും ദൈവിക ശക്തിയും ദൈവിക ഇടപെടലും ദൈവിക കരുതലും ദൈവിക കാരുണ്യവും പരിശുദ്ധാത്മാവിൻ്റെ നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് എഴുതിയതായ ഒരു ബുക്കായിട്ട് അല്ലെങ്കിൽ ഒരു പുസ്തകമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പരമാർത്ഥം. പരിശുദ്ധാത്മാവായിരുന്നു ഇതിൻ്റെ ഉടയവൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ നിയന്ത്രിക്കുന്നതൊക്കെയും പരിശുദ്ധാത്മാവായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ രചിക്കപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സീനായ് മരുഭൂമി, അറേബ്യയിലെയും പാലസ്തീനയിലെയും കുന്നുകൾ, പാലസ്തീനിലെ നഗരങ്ങൾ, യെരുശലേം ദേവാലയത്തിൻ്റെ പ്രാകാരം, പേർഷ്യയുടെ തലസ്ഥാനമായ ശൂഷൻ, ബാബിലോണിലെ കേബാർ നദി തടം, റോമിലെ കൽത്തുറുങ്കുകൾ, കൂടാതെ ഏകാന്തമായ പത്മോസ് ദ്വീപ് ഇവയൊക്കെയായിരുന്നു ബൈബിളിൻ്റെ രചനാ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ എഴുതപ്പെട്ടതായ സ്ഥലങ്ങളെന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ എഴുതപ്പെട്ട ഭാഷകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പഴയ നിയമം എബ്രയ ഭാഷയിലും അല്ലെങ്കിൽ ഹീബ്രു, പുതിയ നിയമം യവനായ ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതപ്പെട്ടതെന്ന് മറ്റു ഭാഷകളുടെ സ്വാധീനവും ബൈബിൾ ദൃശ്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പഴയ നിയമം എബ്രയ ഭാഷ അല്ലെങ്കിൽ ഹീബ്രു ഭാഷ, പുതിയ നിയമം യവനായ ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതപ്പെട്ടതെങ്കിലും മറ്റു ഭാഷകളുടെ സ്വാധീനവും ബൈബിളിൽ ദൃശ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ തെളിവുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എബ്രയ ഭാഷ എന്നൊരു നാമം പഴയ നിയമത്തിൽ ഒരിടത്തും കാണുന്നില്ലെങ്കിലും യഹൂദ ഭാഷ എന്നും 2 രാജാക്കന്മാർ 18:26-28, യെശയ്യാവ് 36:11, നെഹമ്യാവ് 13:24, കനാൻ ഭാഷ യെശയ്യാവ് 19:18 എന്നും പഴയ നിയമത്തിൽ കാണാവുന്നതാണ്. എന്നാൽ പുതിയ നിയമത്തിൽ എബ്രയ ഭാഷ എന്ന പദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് 9:11-16 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശേമിയ ഭാഷ കുടുംബത്തിൽപ്പെട്ട ഭാഷകളിൽ ഒന്നാണ് എബ്രയ ഭാഷ. അക്കാദിയൻ, ഫെനീഷ്യൻ, അരാമ്യ, അറബി, എത്യോപ്യൻ എന്നിവ ശേമിയ ഭാഷ ലാംഗ്വേജ് കുടുംബത്തിൽപ്പെട്ടതാണ്. മറ്റു ചില ഭാഷകളിലാണ് ഫെനീഷ്യൻ അക്ഷരമാലയിൽ നിന്ന് രൂപം പ്രാപിച്ച എബ്രയ അക്ഷരമാലയ്ക്ക് 22 വ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉള്ളതും അറബി, അരാമ്യ ഭാഷകളിലെ പോലെ വലത്തുനിന്ന് ഇടത്തോട്ടാണ് ഇതെഴുതുന്നത്. അക്കങ്ങൾ കുറിക്കാനും ഈ ഭാഷയിൽ അക്ഷരങ്ങൾ തന്നെ ഉപയോഗിക്കുന്നു. ഈ ഭാഷയിൽ എഴുത്തിൽ സ്വരങ്ങൾ പ്രത്യേക ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ സ്വരചിഹ്നങ്ങളില്ലാത്ത ഈ ഭാഷയിൽ BC 9-ാം നൂറ്റാണ്ടോടുകൂടി ചില യഹൂദ പണ്ഡിതന്മാർ 22 വ്യഞ്ജനാക്ഷരങ്ങളിൽ സ്വരചിഹ്നങ്ങൾ രേഖപ്പെടുത്തുന്ന സമ്പ്രദായം ഏർപ്പെടുത്തി. പിന്നീട് AD 90-ൽ അതിനടുത്ത് തിബരിയാസിലെ മാസോറേറ്റുകൾ എന്നറിയപ്പെടുന്ന എബ്രയ പണ്ഡിതന്മാരാണ് വിസ്തൃതമായ സ്വരചിഹ്നങ്ങളും ഉച്ചാരണ രീതികളും രൂപകൽപ്പന ചെയ്തത്. അതാണ് ഇന്നും നിലനിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിനെ കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിലനിൽക്കുന്നത് കാണാം. ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന യഹൂദന്മാർ പ്രയേണ അരാമ്യ ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. ക്രമേണ അരാമ്യ ഭാഷ പാലസ്തീനിലെ യഹൂദന്മാരുടെ മാതൃഭാഷയായി തീരുകയും എബ്രയ ഭാഷ വെറും ഒരു സംസ്ഥാന ഭാഷയായി തള്ളപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ ഭാഷ മാതൃഭാഷയായി തീർക്കപ്പെട്ടു. അതാണ് റബിയാനിക് എബ്രയ അല്ലെങ്കിൽ ഹീബ്രു, റബിയാനിക് ഹീബ്രു എന്നറിയപ്പെടുന്ന അങ്ങനെ എബ്രയ ഭാഷ അവരുടെ വിശുദ്ധ ഭാഷയായി തുടർന്നു. വളരെ കാലത്തേക്ക് റബിമാർ മതപരമായ ചർച്ചകളിൽ എബ്രയ ഭാഷ തന്നെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ സാഹിത്യ ഭാഷ എന്ന നിലയിൽ അതിൻ്റെ ഉപയോഗം മധ്യയുഗങ്ങളിലും നിലനിന്നു. അങ്ങനെ എബ്രയ ഭാഷ ആധുനിക രൂപം ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായി തുടർന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. യവനയ ഭാഷ അല്ലെങ്കിൽ
ഗ്രീക്ക് എങ്ങനെ ഉണ്ടായി നമുക്ക് നോക്കാം. പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. ഇൻഡോ യൂറോപ്യൻ കുടുംബത്തിൽപ്പെട്ട ഭാഷയാണിത്. യഹൂദന്മാരുടെ പല കാലഘട്ടങ്ങളിലായി ലോകത്തിൻ്റെ വിവിധ ഭാഷകളിലേക്ക് പാർക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ വിവിധ വിജ്ഞാനശാഖകളിലേക്ക് വാതിലായി പ്രവർത്തിച്ചിരുന്ന ഗ്രീക്ക് ഭാഷകളിലേക്ക് അവർ ആകർഷിക്കപ്പെടുകയും തന്മൂലം ഗ്രീക്ക് ഭാഷ സാംസ്കാരിക സ്വാധീനത്തിലാവുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ കാലത്തെ പാലസ്തീനിലെ ഭരണഭാഷ ലത്തീനായിരുന്നുവെങ്കിലും ഗ്രീക്കിൻ്റെ അത്ര സ്വാധീനം അതിനില്ലായിരുന്നു. എന്നാൽ BC 3-ാം നൂറ്റാണ്ടിലേക്ക് ശേഷം സംസാരഭാഷ, സാഹിത്യഭാഷ എന്നിങ്ങനെ രണ്ടായി വേർതിരിഞ്ഞു വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തു. ഇങ്ങനെ ഗ്രീക്ക് ഭാഷയെ കൊയിനെ ഗ്രീക്ക് എന്നാണ് വിളിച്ചിരുന്നത്. എബ്രയർ, 1 പത്രോസ് എന്നീ ലേഖനങ്ങൾ സാഹിത്യ ശൈലിയാണ് രചിക്കപ്പെട്ടത്. എന്നാൽ പൗലോസിൻ്റെ മിക്ക ലേഖനങ്ങളിലും സാഹിത്യ ശൈലിക്കും സംഭാഷണ ശൈലിക്കും മധ്യയാണ് എഴുതിയിട്ടുള്ളത്. ഗ്രീക്ക് ഭാഷ കൂടാതെ 50ഓളം ലത്തീൻ പദങ്ങളും ഗ്രീക്കിൻ്റെ പുറംചട്ട അണിഞ്ഞ പുതിയ നിയമത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ അരാമ്യ ഭാഷ എങ്ങനെയാണ് ഉണ്ടായത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അരാമ്യ ലാംഗ്വേജ് എങ്ങനെയാണ് നിലവിൽ വന്നതെന്ന് നമുക്ക് നോക്കാം. പഴയ നിയമത്തിലൊരു സ്ഥലനാമം ഉൽപ്പത്തി 31:47. ഇതാണ് ബൈബിളിലെ ആദ്യത്തെ അരാമ്യ പദം. പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഒരു വാക്യവും യിരെമ്യാവ് 10:11 എഴുത്തുകളിൽ 2 പ്രാധാന്യമർഹിക്കുന്ന ഭാഗങ്ങളും ദാനിയേൽ 2:4, 7, 2:4, 7:28, എസ്രാ 4:8, 16:18, 7:12, 26 അരാമ്യ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇത് പാലസ്തീനിലെ സാധാരണക്കാരുടെ ഭാഷയാണ്. സിറിയക്കാരും ഇത് ഉപയോഗിച്ചിരുന്നു. യേശു ദൈനംദിനം സംഭാഷണത്തിന് അരാമ്യ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. പുതിയ നിയമത്തിൽ ധാരാളം അരാമ്യ പദങ്ങൾ ദൃശ്യമാണ്. യേശു ഉപയോഗിച്ച പ്രധാന അരാമ്യ പദങ്ങളാണ് തലീത കൂമി, മർക്കോസ് 5:41, എഫത, മർക്കോസ് 7:34, ഏലോഹി ഷമ്മ ശബ്ദാനി, മർക്കോസ് 15:34. പുതിയ നിയമത്തിൽ കാണുന്നത് മറ്റു പ്രധാന അരാമ്യ പദങ്ങളാണ്. അബ്ബ, മർക്കോസ് 14:36, മാറാനാഥ 1 കൊരിന്ത്യർ 16:22, മാമോൻ, ഗോൽഗോഥ, ഗബത, മാർത്ത, തോമസ്, അക്കൽദാമ എന്നിവ പദങ്ങളും ബൈബിളിലെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എബ്രയ, ഗ്രീക്ക്, അരാമ്യ ഭാഷകൾ കൂടാതെ മറ്റു ഭാഷകളുടെ സ്വാധീനവും ബൈബിളിൽ പ്രകടമാണ്. ഉദാഹരണത്തിന് ഫറവോൻ യോസേപ്പിന് നൽകിയ സാപ്നത്ത് പനേഗ് ഉൽപ്പത്തി 41:45 എന്ന നാമവും യോസേപ്പിന് മുമ്പിൽ മുട്ടുകുത്തുവിനെന്ന് ഉപയോഗിച്ച അബ്രേക് എന്ന പദവും ഈജിപ്ഷ്യൻ ഭാഷയിലുള്ളതാണ്. കൂടാതെ ബെൽസസർ ദാനിയേൽ 1:7, തർദാൻ, റബ്സക്കെ 2 രാജ 18:17 എന്നീ ബാബിലോണിയ അസീറിയൻ പദങ്ങളാണ്. കൂടാതെ ദാനിയേൽ 3:2 കാണുന്ന ന്യായാധിപന്മാർ, ഭണ്ഡാര വിചാരകന്മാർ, മന്ത്രിമാർ എന്നിവരെ കാണിക്കുന്ന പദങ്ങളും പേർഷ്യൻ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. തിരുവെഴുത്ത് ഒരു രാജാവിൻ്റെ വിളംബരത്തെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ തിരുവെഴുത്ത് സാധാരണ പറയാറുള്ളത് തൻ്റെ രാജകീയ പ്രൗഢിയും പ്രതാപത്തെയും അധികാരത്തെയും അത് സൂചിപ്പിക്കുന്നു. എന്നാൽ അഖിലാണ്ടത്തിൻ്റെ നിർമ്മിതാവും അധിപതിയുമായ രാജാതിരാജാവും കർത്താവുമായ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും അടങ്ങിയ ഒരു ഗ്രന്ഥമാകയാൽ ഈ ഗ്രന്ഥത്തിന് പ്രസ്തുത നാമം അന്വർത്ഥമാണ്. മർക്കോസ് 15:28, യോഹന്നാൻ 7:38, 2 തിമോത്തിയോസ് 3:16-17 നമുക്ക് ഇതിന് ആസ്പദമാക്കി കാണാൻ കഴിയുന്നുണ്ട് തിരുവെഴുത്തുകൾ. മൂലഭാഷയിൽ വേദം എന്നതിനെ അറിവ് നൽകുന്നതെന്നാണ് അർത്ഥം. ദൈവം, ലോകം, മനുഷ്യൻ എന്നിവയെപ്പറ്റി യഥാർത്ഥമായി അഥവാ സത്യമായ അറിവ് നൽകുന്നതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്.
യഥാർത്ഥമായ അഥവാ സത്യമായ അറിവ് ഈ പുസ്തകത്തിലൂടെ ലഭിക്കുന്നതിനാൽ ഈ സത്യവേദപുസ്തകം എന്നതിനെ പറയുന്നു. വചനം അഥവാ വാക്ക് വിനിമയത്തിനുള്ള മാധ്യമമാണ്. ദൈവിക വെളിപ്പാടിൻ്റെ ഭാഗമെന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനം നിലകൊള്ളുന്നു. മർക്കോസ് 7:13, റോമർ 10:17, എബ്രായർ 4:12. പുസ്തക ചുരുൾ പ്രാവചനിക കാലത്തെ വൃക്ഷങ്ങളുടെയും മൃഗങ്ങളുടെയും തുകൽ സംഗ്രഹിച്ചെടുത്താണ് ബൈബിൾ എഴുതപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ചുരുളാക്കി മാറ്റിയെടുക്കുകയും അത് എഴുതുവാൻ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യഹൂദന്മാർ തങ്ങൾക്ക് മോശ മുഖാന്തരം ലഭിച്ച യഹോവയുടെ അരുളപ്പാടുകൾ, ന്യായപ്രമാണം ഇങ്ങനെയുള്ള ചുരുളുകളിൽ എഴുതി സൂക്ഷിച്ചതിനാൽ പുസ്തക ചുരുളുകൾ എന്നതിന് പേരിൽ അറിയപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബൈബിൾ ഗ്രന്ഥം എന്താണെന്ന് നമ്മൾ നാളുകളിൽ പഠിച്ചിട്ട് ഇതിൻ്റേതായ മഹിമ അല്ലെങ്കിൽ ഇതിൻ്റേതായ മാഹാത്മ്യം എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഇതിനകത്തുണ്ട്. ഇത് മാത്രമല്ല, ജീവനുള്ള അരുളപ്പാടാണ് ഇത്. ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇത്. രോഗത്ത് സൗഖ്യം പ്രാപിക്കാൻ കഴിയുന്നതാണ് ഇത്. മരിച്ചവരെ ജീവിപ്പിച്ച് ദൈവത്തിൻ്റെ വചനമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇരുവായത്തുള്ള വാളാണ്, മൂർച്ചയേറിയ വാളാണ് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനകത്തെ മോശയുടെ ന്യായപ്രമാണമുണ്ട്, പ്രവാചകങ്ങൾ, സങ്കീർത്തനങ്ങളുണ്ട്. പ്രൈസിലൂടെ അത് മാത്രമല്ല, യഹോവയുടെ ന്യായപ്രമാണമുണ്ട്, യഹോവയുടെ പുസ്തകം എന്ന് പറയപ്പെടുന്നു. ആത്മാവിൻ്റെ വാൾ ഇതിനകത്തുണ്ട്. അതായത് പഴയതും പുതിയമായ നിയമങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ക്രിസ്തുവിൻ്റെ വചനമെന്ന് കാണുന്നുണ്ട്. ജീവൻ്റെ വചനം, സത്യഗ്രന്ഥം അല്ലെങ്കിൽ സത്യ തിരുവഴുത്തെ, സത്യവചനം, ഇതിനൊക്കെ ദൈവത്തിൻ്റെ വചനം തീ പോലെ, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ, കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം, പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തെങ്കട്ടയിലും മധുരമുള്ളവ, മഴയും ഹിമോ എന്ന പോലെ, പ്രതികാരത്തിൻ്റെ വില്ല്, പ്രതിബിംബിക്കുന്ന കണ്ണാടി പോലെ, വിശക്കുന്നവർക്ക് ആഹാരം, ശുദ്ധീകരിക്കുന്ന ജലം, കിളിർത്ത് വളരുന്ന വിത്ത് പോലെ, കുട്ടികളുടെ പാൽ, വളർച്ച പ്രാപിച്ചവർക്ക് കട്ടിയായ ആഹാരം, വിവേചിക്കുന്ന ജീവനും ചൈതന്യമുള്ള വാൾ, വിശ്വാസം ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദം, ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. ദൈവത്തിൻ്റെ മാഹാത്മ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാഹാത്മ്യം ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മാഹാത്മ്യം അനുസരിച്ച് നാളുകളിലെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാളുകളിലെ ദൈവിക പദ്ധതി എന്താണ്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, നാളുകളിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവിക അരുളപ്പാടുകളെ പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രൈസ്തലോട്. അല്ലെങ്കിൽ പഴയ നിയമകാലത്തെ തിരുവെഴുത്തുകൾ പകർത്തിയെടുത്തിരുന്ന ശാസ്ത്രിമാർ അഥവാ സോഫോറിമകൾ ആയിരുന്നു. പഴയ ഫിനീഷ്യൻ ലിപികളോട് കൂടിയ പൗരാണിക എബ്രായ ഭാഷയാണ് അക്കാലത്തെ നിലവിൽ നിന്നത്. പ്രധാനപ്പെട്ട കയ്യെഴുത്തുകൾ പഴയ നിയമ കയ്യെഴുത്ത് പ്രതികൾ, ചാവുകടൽ ചുരുൾ, അപ്പോൾ ഇന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എരിഹോം തൻ്റെ അപ്പോൾ ഇതൊക്കെ കാണാൻ ഈ ദൈവത്തിൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാഹാത്മ്യം അത് തീ പോലുള്ളതാണ്. അത് ഇരമ്യാവ് 23:29 കാണാൻ കഴിയുന്നുണ്ട്. തീ പോലുള്ളതാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്, ഇത് ജീവനുള്ളതാണ്, സംസാരിക്കുന്നതാണ്, രോഗികളെ സൗഖ്യമാക്കുന്നതാണ്, പിന്മാറ്റക്കാർ മടങ്ങി വരുന്ന വചനമാണ്, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ് ഈ തിരുവെഴുത്തെന്ന് പറഞ്ഞാൽ. ഈ തിരുവെഴുത്തിലില്ലാത്തതൊന്നുമില്ല. ഇതിനകത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ, അവയിലൊന്നും ഇല്ലാതെ വരികയല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. നാളുകളിലെ അന്വേഷിച്ച് വായിച്ച് നോക്കാനുള്ള കൃപ നമുക്ക് ദൈവം തരട്ടെ. അതിൽ പ്രാപിച്ചെടുക്കുവാൻ വിവാഹം കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അതിന് തുണയുണ്ട്. അതിനൊന്നിലും തുണയില്ലാതിരിക്കുകയല്ല. ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർക്ക് ജോലിയുടെ വിഷയത്തിന്മേൽ ദൈവം അവിടുന്ന് വിടുതൽ തരും. അതൊക്കെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. കുടുംബജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളതുണ്ട്, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്നുണ്ട്, നാം മറ്റുള്ളവരോട് എങ്ങനെ മര്യാദയായി പെരുമാറണമെന്നുണ്ട്. വിവരം അത് പ്രാപിക്കുന്നതാണ്, വിശുദ്ധി പ്രാപിക്കുന്നതാണ് ഈ ദൈവത്തിൻ്റെ വചനം. അതുപോലെ തീ പോലെ ജ്വലിച്ച് പ്രവർത്തിക്കുന്നതാണ്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്നതാണ് ഈ ദൈവത്തിൻ്റെ വചനമെന്ന് ഈ നാളുകളിൽ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.